വികാരത്തിന് അടിമപ്പെടാതെ വിവേകത്തിന് അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ട്. യോഹന്നാന്റെ അടുത്ത് ശിഷ്യരും ഒന്ന് പറഞ്ഞു, നിന്റെ കൂടെ ഉണ്ടായിരുന്നവൻ ഇതാ അപ്പുറത്ത് മാമോദീസ കൊടുക്കുന്നു. അവരെല്ലാവരും അവന്റെ അടുത്തേക്ക് പോവുകയാണ്. ഇനി എന്താ ചെയ്യാം? ഇതുപോലെ നമ്മളെ ഇളക്കുന്ന ചില ചോദ്യങ്ങള്, ഉത്തരങ്ങള്, സംസാരങ്ങള് വന്ന് പറയാൻ, നമ്മുടെ ചെവിയിലെത്തിക്കാൻ കൂടെ നമ്മുടെ കുറച്ച് പേരുണ്ട്. അവർക്ക് ഉത്തരേ കാര്യമുള്ളൂ, അവിടെ നിന്ന് സമാധാനം നഷ്ടപ്പെടുത്തുകയാണ്, അവിടെ ഒന്ന് കലഹമുണ്ടാക്കുക. ആ യോഹന്നാന്റെ ഈഗോ അവിടെ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ യോഹന്നാൻ യേശുവുമായിട്ട് തല്ലുണ്ടാക്കേണ്ടതാണ്. അങ്ങനെ തല്ലുണ്ടാക്കാനോ ബഹളുണ്ടാക്കാനോ എന്നല്ല യോഹന്നാൻ പോയത്. യോഹന്നാൻ ചെയ്തെന്താണ്? സ്വർഗത്തിൽ നിന്ന് കൃപ ലഭിക്കാത്ത ആർക്കും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് വിവേകം ഉണ്ടായിരുന്നു യോഹന്നാന്. അവന് മനസ്സിലായിരുന്നു ഇതൊക്കെ നടക്കാനുണ്ട്, എൻ്റെ ജീവിതം, എൻ്റെ വഴി എന്താണെന്ന് യോഹന്നാന് കൃത്യമായിരുന്നു. ഇതുപോലെ നമ്മുടെ കുടുംബങ്ങളിലും ഒന്ന് വിവേകത്തോടു കൂടി ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ